പ്രിയ സുഹൃത്തുക്കളെ, ലോകത്തിന് നഷ്ടമായത് വളരെ ശക്തമായ ഒരു മനുഷ്യസ്നേഹിയാണ്, അല്ലെങ്കിൽ ഒരു ദൈവസ്നേഹിയാണ്. മനുഷ്യനിലൂടെ ദൈവത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ച ഒരു പ്രവാചക തുല്യനായ വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചതായിരിക്കും, പക്ഷേ എൻ്റെ മനസ്സിൽ പറയണമെന്ന് തോന്നിയത് കൊണ്ട് പറയുക. യുദ്ധത്തെ ഒട്ടും ആഗ്രഹിച്ച വ്യക്തിയല്ല ഫ്രാൻസിസ് മാർപ്പാപ്പ. യഹൂദ സംസ്കാരത്തിൽ യഹൂദൻ്റെ അടിത്തറ ഇസ്രയേലാണ്, വാഗ്ദത്ത ഭൂമിയാണ്. എന്നാൽ ഒരിക്കലും യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് വന്നിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ പത്രോസിൻ്റെ തുടർഭാരണമായ അല്ലെങ്കിൽ തുടർ പ്രവാചകനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കലും ഇസ്രയേലിനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്നത് സത്യമാണ്. എന്നാൽ അതേസമയം തന്നെ ഇസ്രയേലിനെ ശാസിക്കുകയും യുദ്ധം നിർത്താൻ ആഗ്രഹിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഗാസയെ അതോടൊപ്പം ചേർത്ത് നിർത്തി. ബൈബിള് വായിച്ചവർക്കെല്ലാം അറിയാം, ഇസ്മയിലും അബ്രഹാമിൻ്റെ സന്താനം ഇസഹാക്കും ഇത് ഒരേ ചേരിയിൽ നിന്ന് വന്നതാണ് എന്നാണ് ചരിത്രം, ഖുറാനും ബൈബിളും ഒക്കെ പഠിപ്പിക്കുന്നത്. അത് പോകട്ടെ, യുദ്ധം പാടില്ല, എന്തിന് കുഞ്ഞുങ്ങളെ കൊല്ലുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ദൈന്യതയുടെ വേദനയുടെ കണ്ണുനീര് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് പൊഴിയപ്പെടുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നിരപരാധികളായ സ്ത്രീകൾ അവരെന്ത് ചെയ്തു, നിരപരാധികളായ കുഞ്ഞുങ്ങൾ അവയെ മറ്റ് താഴെ വീഴുമ്പോൾ ഈ മാർപ്പാപ്പ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൈവിരിച്ച് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. യുദ്ധത്തെ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അതിനെ ശക്തമായിട്ട് അപലപിക്കുകയും ഈസ്റ്ററിൻ്റെ എന്തെങ്കിലും വെടിനിർത്തൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തത്. റഷ്യ എന്ന് വിളിച്ചാൽ തീരാവുന്നുള്ള യുക്രൈൻ വലിയ കാര്യമൊന്നുമില്ല. വാൾഡിമർ പുടിനോടും ലെവൻസ്കിയോടും അദ്ദേഹം കേണപേക്ഷിച്ചു പറഞ്ഞു, യുദ്ധം നിർത്തുക, നിങ്ങൾ യുദ്ധം നിർത്തി സമാധാനത്തിലേക്ക് വരിക. ഈ കാര്യങ്ങൾ ആഗ്രഹിച്ച വ്യക്തി, യുദ്ധത്തെ വെറുത്ത വ്യക്തിയാണ്. യുദ്ധം കൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അസീസിയിലെ ഫ്രാൻസിസിൻ്റെ പേര് തന്നെ സ്വീകരിക്കുന്നത് ഒരു വ്യത്യസ്തമായ സ്വഭാവത്തിൻ്റെ ചിന്താഗതിയാണ്. അദ്ദേഹത്തെ പോലെ തന്നെയായിരുന്നു. ഇറങ്ങി നടക്കുക, കുട്ടികളെ കാണുക, കുട്ടികളെ എടുത്ത് കുട്ടികൾക്ക് ചുംബനം കൊടുക്കുക, കുട്ടികളോടൊപ്പം നിന്ന് കാര്യങ്ങൾ ചോദിക്കുക. എന്താണ് ജയിലിൽ പോയി ജയിലിൽ കിടക്കുന്ന ആളുകളുടെ പാദങ്ങൾ കഴുകുക, ദ്വീപുകളിൽ കുടിയേറി പാർത്തിരുന്ന മനുഷ്യരുടെ കാലുകൾ ചെന്ന് ചുംബിക്കുക. സ്വവർഗ അനുരാഗികളെ നിങ്ങൾ മാറ്റി നിർത്തുകയല്ല, അവർ ചേർന്ന് നിൽക്കട്ടെ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം. പട്ടിണിയും പരിവട്ടവും എന്ന് അറിഞ്ഞ് മനസ്സിലാക്കി ഇറ്റലിയിൽ നിന്ന് അർജൻറ്റീനയിലേക്ക് കുടിയേറി പാർത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ എവിടെയോ പാവങ്ങളോട് ഒരു കരുണയുണ്ടായിരുന്നു എന്നത് മനസ്സിലാക്കുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ആധുനിക ലോകത്തിൻ്റെ മഹാത്മാഗാന്ധി എന്ന് ഒരുപക്ഷെ ഞാനായിരിക്കാം ആദ്യമായിട്ട് അദ്ദേഹത്തെ വിളിക്കുന്നത്. കാരണം അത്രത്തോളം കരുണ, അത്രത്തോളം സ്നേഹം ക്രൈസ്തവ സഭയുടെ ആധുനിക ലോകത്തിൻ്റെ മഹാത്മാഗാന്ധി എന്നല്ല ഞാൻ പറഞ്ഞത്, ആധുനിക ലോകത്തിൻ്റെ മഹാത്മാഗാന്ധി എന്നാണ്. യേശുക്രിസ്തു ഒരിക്കലും ക്രൈസ്തവ സഭ സ്ഥാപിച്ചിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ക്രൈസ്തവന് വേണ്ടി മാത്രമല്ലായിരുന്നു, ലോകത്തിന് വേണ്ടിയായിരുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. പിന്നെ പൗലോസാണ് ക്രിസ്ത്യാനി എന്നൊരു വാക്കൊക്കെ കൊണ്ടുവരുന്നത്. അവിടെ നിൽക്കട്ടെ. എന്നാൽ ഈ മനുഷ്യൻ്റെ സ്വഭാവം ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന് പഠിപ്പിച്ച നാരായണ ഗുരുവിൻ്റെ ചിന്തകൾ പോലെ അത്രത്തോളം അതിനേക്കാൾ വിശാലമായിരുന്നു. ഹിന്ദുവില്ല, മുസ്ലിമില്ല, ക്രിസ്ത്യാനിയില്ല. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹത്തിന് വരാൻ സാഹചര്യം അല്ലെങ്കിൽ ആരോഗ്യവും സമ്മതിച്ചിരുന്നില്ല. അത് മോദി കാണിച്ചൊരു വിശാലമായ മനസ്സാണ് ഇത് ഇങ്ങോട്ട് ക്ഷണിക്കുക. എന്നുവെച്ചാൽ അദ്ദേഹം ലോകൈക പുരുഷനായിരുന്നു, സമസ്ത ലോകത്തിൻ്റെയും ഒരു വക്താവായിട്ട് നിന്നതാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് വളരെ ശക്തിയുണ്ടെന്ന് കത്തോലിക്ക സഭയ്ക്ക് നന്നായിട്ട് അറിയാം, അല്ലെങ്കിൽ ലോകത്തിനറിയാം. കാരണം അദ്ദേഹം ഒന്ന് നിശ്ചയിച്ചാൽ ഇന്ന് എല്ലാ സ്കൂളുകളും നടയട്ടെ ഒരു സമാധാനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മെഴുകുതിരി കത്തിച്ചു പിടിച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ മെഴുകുതിരി കത്തിച്ചു പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും.
ഇത് ഒരു തീരാ നഷ്ടമാണ്. പക്ഷേ തീർച്ചയായും മനുഷ്യനായി പിറന്നവർ തിരിച്ചു പോകേണ്ടിയിരിക്കുന്നുവല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം വല്ലാത്തൊരു വേദന ലോകത്തിന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സമാധാനത്തിന് റിജിഡായിട്ട് ചിന്തിക്കുന്നതല്ല, ചുരുങ്ങിയ അല്ലെങ്കിൽ മനസ്സ് ചുരുങ്ങിയവരല്ല, അതിലൊക്കെ വിഭിന്നമായിട്ട് മനസ്സ് വിശാലമായി ചിന്തിച്ച ഒരു മാർപ്പാപ്പയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏവരും ഒരുമിച്ച് ചേർന്ന് അദ്ദേഹത്തിൻ്റെ കബറടക്കം എപ്പോഴാണ്, അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കർമ്മങ്ങൾ എപ്പോഴാണെന്ന് ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. എങ്കിലും നമുക്ക് കഴിയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ അനുസ്മരണം, ഒരുപാട് നല്ല മനുഷ്യർ ലോകത്തിൽ ജീവിച്ചിരുന്നുകൊണ്ടാണ് നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർ അവരിൽ നിന്ന് എന്തെങ്കിലും ഊർജ്ജം സ്വീകരിക്കുന്നത്. ശക്തമായ സൂര്യൻ മുകളിൽ നിൽക്കുന്നത് കൊണ്ടാണ് താഴെയുള്ള മറ്റുള്ള എല്ലാ ഗ്രഹങ്ങൾക്കും അതിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. സസ്യങ്ങൾ വളരുന്നെങ്കിൽ സൂര്യനുള്ളത് കൊണ്ടാണ്. അതുപോലെ ലോകത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ മനുഷ്യർ ഉദിക്കും. ആ ഉദിക്കുന്നവരിൽ നിന്ന് ഊർജ്ജം സ്വീകരിച്ച് പിൻതലമുറക്കാരാകുന്ന കുഞ്ഞുങ്ങളോട് ഞങ്ങൾ പറയുകയാണ്, ഇവരെ പോലുള്ളവരിൽ നിന്ന് ഊർജ്ജം സ്വീകരിച്ച് നിങ്ങൾക്കൊക്കെ മുന്നോട്ട് വരാൻ സാധിക്കട്ടെ. ലാളിത്യം മാത്രമല്ല, എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് മാർപ്പാപ്പയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലിമോസ് വണ്ടി വരും, അതിലാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അദ്ദേഹം ഒന്നും ചിന്തിച്ചില്ല. താഴോട്ടിറങ്ങി ഒരു സാധാരണ കാറും വിളിച്ച് താമസിച്ച സ്ഥലത്ത് നിന്ന് ഒരു പെട്ടിയെടുത്ത് ആ പെട്ടി എടുത്ത് അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ തട്ടിക്കൂട്ടി വെച്ച് ചുമന്ന ഷൂസ് ഇട്ടുകൊണ്ട് പോവുക. സാധാരണ അടുത്ത കടയിൽ കയറി ഒരു കറുത്ത ഷൂസും വാങ്ങിച്ച് ആ ഷൂസും ഇട്ട് വീണ്ടും ഒരു കാറും വിളിച്ച് എല്ലാവരും തിരക്കുക തിരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പയുടെ. വലിയ ആഡംബരത്തോടെ വരുമെന്ന് വിചാരിച്ച് ഇല്ല. അദ്ദേഹം പതുക്കെ ഒരു കറുത്ത ഷൂസുമൊക്കെ ഇട്ട് ഒരു സാധാരണ ടാക്സിയിൽ ഇറങ്ങി നടന്നു വരുന്ന കണ്ടപ്പം ലോകം ആദ്യമായിട്ട് ഒരു അമ്പരപ്പുണ്ടായി. ഇനി അടുത്തൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, എന്നെ രാജകീയമായ പെട്ടിയിലൊന്നും അടക്കരുത്, എന്നെ ഒരു സാധാരണ പെട്ടിക്കകത്ത് അടക്കിയാൽ മതി. അത് റോം അനുവദിക്ക് എനിക്ക് തോന്നുന്നില്ല. സാധാരണ പെട്ടിയിൽ അടക്കിയാൽ മതി. അതോടൊപ്പം തന്നെ എൻ്റെ ശവോടക്ക്, എൻ്റെ മൃതശരീരം നിങ്ങൾ മറവ് ചെയ്യുമ്പം ലളിതമായിട്ട് വേണം, മറ്റൊന്നും ചെയ്യരുത്. അലക്സാണ്ടർ പറഞ്ഞതുപോലെ ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് കാണിക്കാൻ. ഒന്നും കൊണ്ടുപോകത്തില്ല ആരും ഈ പിടിച്ചടക്കി ഒന്നും ആരും കൊണ്ടുപോകത്തില്ല. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത്ര ലാളിത്യത്തോടെ, വാക്കിൽ ലാളിത്യം ആർക്കും സൂക്ഷിക്കുകയാണ്, പ്രവൃത്തിയിലാണ് പ്രയാസം. അപ്പോൾ അത് പ്രാവർത്തികമാക്കിയ ജീവിതത്തിൽ കാണിച്ച ഒരു ശക്തനായ വ്യക്തിത്വമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. പഠിക്കുവാൻ കുഞ്ഞുങ്ങളെ പലതുണ്ട് ആ പുസ്തകത്തിലൊന്ന്. വായിക്കുവാനും ചിന്തിക്കുവാനും ആ പുസ്തകത്തിൽ ഒരുപാട് അക്ഷരങ്ങൾ മാത്രമല്ല, ഒരുപാട് ജീവിത തത്വങ്ങളുണ്ട്. യുവാക്കളെ, കുടുംബജീവിതത്തിലേക്ക് എത്തിയവർ മനസ്സിലാക്കിക്കൊള്ളുക, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് സമർപ്പണത്തിൻ്റെ തത്വമെന്ത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വാർദ്ധക്യത്തിലെത്തിയവരെപ്പോഴും കണ്ട് മനസ്സിൽ ഉൾക്കൊള്ളുക. നിങ്ങൾ വാർദ്ധക്യത്തിൽ സന്തോഷിക്കുക, കിട്ടിയിരിക്കുന്ന ആരോഗ്യത്തിൽ സന്തോഷിച്ചുകൊണ്ട് കിട്ടാത്ത ആരോഗ്യത്തിൽ വിഷമിക്കുകയല്ല, കിട്ടുന്ന ആരോഗ്യത്തിൽ സന്തോഷിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തി ജീവിക്കുക, മറ്റുള്ളവരെ സ്നേഹിച്ച് ജീവിക്കുക. ഇങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളിൽ ചെറുപ്പകാലത്ത് എന്ത് ചെയ്യണം, യൗവനത്തിൽ എന്ത് ചെയ്യണം, വിവാഹത്തിൽ എന്ത് ചെയ്യണം, വാർദ്ധക്യത്തിൽ എന്ത് ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ച ഒരു ഉദാത്ത പുരുഷൻ, ഒരു ഉത്തമ പുരുഷൻ, ഒരു പ്രവാചകൻ. ആ പ്രവാചകനെ ലോകത്തിന് ശരീരം കൊണ്ടേ നഷ്ടമായിട്ടുള്ളൂ, ചിന്തകൾ കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ആത്മാവിൻ്റെ നന്മകൾ കൊണ്ട് നഷ്ടമായിട്ടില്ല. സ്വാഭിമാനത്തോടെ നമുക്ക് പറയാം, ആ മരണമേ നിൻ്റെ ദംശനം എവിടെ? ശരീരത്തെ മാത്രമേ എടുത്തുകൊണ്ടു പോകാൻ സാധിക്കത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെയോ അദ്ദേഹത്തിൻ്റെ ചിന്തകളെയോ ഒരിക്കലും ഒഴുക്കിയെടുത്തു കൊണ്ടുപോകാനോ നക്കിത്തുളച്ചെടുത്തുകൊണ്ട് പോകാനോ ഒരു മരണത്തിനും സാധിക്കില്ല. അങ്ങ് ഞങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നുണ്ട്. ജോൺസൺ കരൂർ.